യുദ്ധത്തിന് എബ്രായയിൽ മിലേഹാമാഹ് എന്ന വാക്കും ഗ്രീക്കിൽ പൊലേമോസ് എന്ന വാക്കുമാണ് ഉപയോഗിക്കുന്നത്. പഴയ നിയമത്തിൽ 315 പ്രാവശ്യമാണ് മിലേഹാമാഹ് എന്ന പദം പ്രയോഗിച്ചിട്ടുള്ളത്. രണ്ട് സൈന്യങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്നതാണ് യുദ്ധം അഥവാ പോരാട്ടം. ഉൽപ്പത്തി 14:8. യുദ്ധം ചെയ്യുക എന്ന അർത്ഥത്തിൽ എബ്രായയിൽ ഉപയോഗിക്കുന്ന ക്രിയാരൂപം ലാഹാം എന്ന വാക്കാണ്. 171 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഗ്രീക്കിൽ പൊലേമെയോ എന്ന വാക്കാണ്. മനുഷ്യവർഗത്തിൽ പാപം പ്രവേശിച്ചതോടുകൂടി യുദ്ധവും രക്തച്ചൊരിച്ചിലും ആരംഭിച്ചു. സ്ത്രീയുടെ സന്തതിയും സർപ്പത്തിന്റെ സന്തതിയും തമ്മിലുള്ള ശത്രുതയിൽ ആരംഭിച്ച യുദ്ധം ഗോഗ് മാഗോഗ് യുദ്ധത്തിൽ പര്യവസാനിക്കും. വെളിപ്പാട് 20:8. ഹർമഗദോൻ യുദ്ധത്തിന് ശേഷം 1000 വർഷം സമാധാനവും ശാന്തിയും നടമാടും. സഹസ്രാബ്ദം അവസാനിക്കുന്നത് ഗോഗ് മാഗോഗ് യുദ്ധത്തോടെയാണ്. സാത്താനും പരിവാരവും തീപ്പൊയ്കയിൽ തള്ളപ്പെടുന്നതോടുകൂടി യുദ്ധത്തിന് പൂർണ്ണവിരാമം വരും. പഴയ നിയമത്തിൽ യുദ്ധത്തെക്കുറിച്ച് അനേക പരാമർശങ്ങളുണ്ട്. ഇസ്രായേല്യരുടെ യുദ്ധങ്ങൾ മതവുമായി ബന്ധപ്പെട്ടിരുന്നു. അവർക്ക് യുദ്ധം ദൈവഹിതമനുസരിച്ചുള്ളതും ദൈവാശ്രയത്തിൽ പൂർത്തിയാകുന്നതുമായിരുന്നു. ദൈവം ഇസ്രായേൽ നിരകളുടെ ദൈവമാണ്. 1 ശമൂവേൽ 17:45. ദൈവം യുദ്ധവീരനാണ്. പുറപ്പാട് 15:3. യെശയ്യാ പ്രവചനം 42:13. ദൈവം സൈന്യങ്ങളുടെ യഹോവയാണ്. സൈന്യങ്ങളുടെ യഹോവ സബായോത്ത് എന്നാണ് അവൻ്റെ നാമം. യെശയ്യാ പ്രവചനം 47:4, 48:2, 51:15, 54:5. ഈ നാമം യെരമ്യാവിൽ ഏതാണ്ട് 80 പ്രാവശ്യവും ഹഗ്ഗായി പ്രവചനത്തിൽ 14 പ്രാവശ്യവും സെക്കറിയ പ്രവചനത്തിൽ 53 പ്രാവശ്യവും മലാഖിയിൽ 25 പ്രാവശ്യവുമുണ്ട്. ഭൗമികവും സ്വർഗീയവുമായ സൈന്യങ്ങളെ യഹോവ നിയന്ത്രിക്കുകയും 1 ശമൂവേൽ 17:45, പുറപ്പാട് 12:41 ഇസ്രായേല്യരെ യുദ്ധത്തിന് മുമ്പിൽ നിന്ന് നയിക്കുകയും ചെയ്യുന്നു. ന്യായാധിപന്മാർ 4:14. ഇസ്രായേലിന്റെ ശത്രുക്കൾ ദൈവത്തിന്റെ ശത്രുക്കളാണ്. അതിനാൽ ഇസ്രായേല്യരുടെ വിജയത്തിന്റെ ആദ്യകാല രേഖകളെ യഹോവയുടെ യുദ്ധപുസ്തകങ്ങളെന്ന് വിളിച്ചിട്ടുമുണ്ട്. സംഖ്യാപുസ്തകം 21:15. യുദ്ധത്തിന്റെ ക്രമീകരണങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ അനുമതിയോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ദൈവഹിതം അന്വേഷിക്കും. ഊറീമും തുമ്മീമും കൊണ്ട് ആരായുകയോ പ്രവാചകന്മാരോട് ചോദിക്കുകയോ ചെയ്യും. ന്യായാധിപന്മാർ 1:1, 20:2, 27, 28, 1 ശമൂവേൽ 14:37, 23:3, 28:6, 30:8, 1 രാജാക്കന്മാർ 22:6, 2 ദിനവൃത്താന്തം 18:5. അതിനുശേഷം ഹോമയാഗം നടത്തും. ന്യായാധിപന്മാർ 6-ാം 20, 26. ചിലപ്പോൾ നിയമപ്പെട്ടകം വിജയത്തിനു വേണ്ടി യുദ്ധക്കളത്തിൽ കൊണ്ടുപോകും. 1 ശമൂവേൽ 4:4, 18, 14:18. കാഹളം ഊതുകയാണ് പോർവിളി. ന്യായാധിപന്മാർ 7-ാം 18, 20. ശത്രുവിന്റെ ദേശത്ത് കടക്കുന്നതിന് മുമ്പ് ചാരന്മാരെ അയച്ച് ദേശത്തിന്റെ പ്രകൃതിയും ശത്രുക്കളുടെ സജ്ജീകരണങ്ങളും മനസ്സിലാക്കും. സംഖ്യാപുസ്തകം 13:17, യോശുവ 2:1, ന്യായാധിപന്മാർ 7:10, 1 ശമൂവേൽ 26:4. യുദ്ധത്തിൽ ഇസ്രായേല്യർ ശബദാർപ്പിതം ആചരിക്കുമായിരുന്നു. പട്ടണമോ രാജ്യമോ, അതായത് ജനങ്ങളും സമ്പത്തും ഉൾപ്പെടെ ദൈവത്തിനായി മാറ്റിവെക്കും. അതിൻ്റെ അർത്ഥം പൂർണ്ണനാശത്തിനായി വേർപെടുത്തുക എന്നത്രേ. ശബദാർപ്പിത പ്രദേശത്തിലെ ഒരു വസ്തുവും എടുക്കുന്നതിനുള്ള അവകാശം ആർക്കുമില്ല. ശബദാർപ്പിതം എടുക്കുന്നവൻ കഠിന ശിക്ഷ അനുഭവിക്കേണ്ടി വരും. യോശുവ 7-ാം അധ്യായം. 1 ശമൂവേൽ 15-ാം അധ്യായം. യെരിഹോവിലെ പോലെ ചിലപ്പോൾ ചില വസ്തുക്കൾ മാത്രമായിരിക്കും ശബദാർപ്പിതം. യോശുവ 6-ാം അധ്യായം 18 മുതൽ 24 വരെ. ഇസ്രായേൽ എല്ലായ്പ്പോഴും വിശുദ്ധി പാലിക്കണം. ഇല്ലെങ്കിൽ ഇസ്രായേലിന്റെ മേൽ ശിക്ഷയായി ദൈവം യുദ്ധം വരുത്തും.
ഹബക്കൂക്ക് 1:6, യെശയ്യാ പ്രവചനം 10:5, യെരമ്യാ പ്രവചനം 25:19. ഒരു താൽക്കാലിക ക്രമീകരണം മാത്രമാണ് യുദ്ധം. ദാവീദിന്റെ കൈകൾ രക്തം ചൊരിഞ്ഞതുകൊണ്ട് ദൈവാലയം നിർമ്മിക്കാനുള്ള അനുവാദം ദാവീദിന് നൽകിയില്ല. 1 രാജാക്കന്മാർ 5:3 സ്ഥിര സൈന്യം രൂപം കൊള്ളുന്നതിന് മുമ്പ് ഇസ്രായേലിൽ കരുതൽ സേനയായിരുന്നു യുദ്ധം ചെയ്തിരുന്നത്. കാഹളം ഊതിയോ ന്യായാധിപന്മാർ 3:27, ദൂതന്മാർ മുഖേനയോ 1 ശമൂവേൽ 11:7 സൈന്യത്തെ കൂട്ടിച്ചേർത്തിരുന്നു. യുദ്ധപ്രഖ്യാപനം ഇല്ലാതിരുന്നതിനാൽ പ്രായേണ ആക്രമണകാരിക്കായിരുന്നു നേട്ടം. പാതകൾ സഞ്ചാരയോഗ്യമായിരിക്കുന്ന വസന്തകാലത്താണ് യുദ്ധത്തിനുള്ള പുറപ്പാട്. 2 ശമൂവേൽ 11:1. ഭൂവിഭാഗത്തിൻ്റെ പ്രകൃതി, യോദ്ധാക്കളുടെ എണ്ണം എന്നിവയെ ആശ്രയിച്ചാണ് യുദ്ധതന്ത്രം രൂപപ്പെടുത്തിയിരുന്നത്. കടന്നാക്രമണം, നിരോധനം, പതിയിരുന്നുള്ള ആക്രമണം. 1 ശമൂവേൽ 14, 1 രാജാക്കന്മാർ 20:1, യോശുവ 8 എന്നിവയായിരുന്നു പ്രധാന യുദ്ധമുറകൾ. പരാജിതരോടുള്ള പെരുമാറ്റം വളരെ ക്രൂരമായിരുന്നു. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പടയാളികളുടെ വസ്ത്രവും മറ്റും കൊള്ളയടിക്കും. 1 ശമൂവേൽ 31:8, അപ്പോക്രിഫയിലെ 2 മക്കാബിയർ 8:27. ജീവനോടെ ശേഷിക്കുന്നവരെ മൃഗീയമായി വധിക്കുകയോ, ന്യായാധിപന്മാർ 9:45, 2 ശമൂവേൽ 12:31, അംഗഭംഗം വരുത്തുകയോ, ന്യായാധിപന്മാർ 1:6, 1 ശമൂവേൽ 11:2, ബദ്ധന്മാരായി പിടിച്ചുകൊണ്ടുപോവുകയോ ചെയ്യും. സംഖ്യാപുസ്തകം 31:26, ആവർത്തനം 20:14. ചിലപ്പോൾ കീഴടക്കിയ പ്രദേശങ്ങളിലെ ജനത്തെ മുഴുവൻ വിദൂരദേശങ്ങളിൽ കൊണ്ടുപോയി പാർപ്പിക്കും. ജേതാക്കൾ വിജയസ്മാരകമായി ജ്ഞാപക സ്തംഭങ്ങൾ നാട്ടുന്ന പതിവ് ഉണ്ടായിരുന്നു. 1 ശമൂവേൽ 7:12, 2 ശമൂവേൽ 8:13. നൃത്തങ്ങളോടും ഗാനങ്ങളോടും കൂടെ ഒരു വലിയ പുരുഷാരം വിജയം ആഘോഷിക്കും. പുറപ്പാട് 15 1 മുതൽ 21 വരെ. ന്യായാധിപന്മാർ 5, 1 ശമൂവേൽ 18:6 മുതൽ 8 വരെ, 2 ശമൂവേൽ 22. എന്നാൽ യുദ്ധത്തിന് അനുകൂലമായ ചിന്താഗതിയല്ല പുതിയ നിയമത്തിൽ. ക്രിസ്തു തൻ്റെ രാജ്യത്തിൻ്റെ സവിശേഷത പീലാത്തോസിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തി. എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നു എങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ ചേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്നുത്തരം പറഞ്ഞു. യോഹന്നാൻ 18:36. സൈന്യത്തെ ഉപയോഗിക്കുന്നതിൻ്റെ നേർക്കുള്ള ക്രിസ്തുവിൻ്റെ മനോഭാവം പത്രോസിനോടുള്ള വാക്കുകളിൽ വ്യഞ്ചിക്കുന്നുണ്ട്. മത്തായി 26:52-53. ക്രിസ്ത്യാനിക്ക് ഇരു പൗരത്വമുള്ളതുകൊണ്ട് ഇരു ലോകത്തിൻ്റെയും കടമകൾ അവൻ്റെ ഉള്ളിൽ സംഘർഷ കാരണമാവുന്നു. ഭൗമിക അധികാരങ്ങളെ ദൈവം നിയമിച്ചിരിക്കുകയാണ്. റോമാലേഖനം 13:4. യെരുശലേമിൽ തൻ്റെ ജീവന് ഭീഷണി ഉണ്ടായപ്പോൾ പൗലോസിന് റോമ പൗരത്വം സഹായമായി എന്നു മാത്രമല്ല, റോമ സൈന്യത്തിൻ്റെ സംരക്ഷണവും ലഭിച്ചു. സൈന്യ സേവനത്തിന് ഭക്തി അയോഗ്യതയായിരുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച ഭടജനത്തോട് യോഗ്യമായി തങ്ങളുടെ കടമ ചെയ്യാൻ യോഹന്നാൻ സ്നാപകൻ ഉപദേശിച്ചു. ലൂക്കോസ് 3:14. ക്രിസ്ത്യാനിയുടെ സൈനിക സേവനത്തെ ആദിമസഭ പ്രതികൂല മനോഭാവത്തോടുകൂടിയാണ് വീക്ഷിച്ചത്. മതപരിവർത്തനത്തിന് മുമ്പ് സൈന്യത്തിൽ ചേർന്നിരുന്നവർക്ക് ഒഴിവ് നൽകിയിരുന്നു. ക്രിസ്ത്യാനിയുടെ യുദ്ധം ആത്മീയമാണ്. പോരാട്ടത്തിൽ ജയിക്കുവാൻ സർവായുധവർഗം ധരിക്കണം. എഫേസ്യ ലേഖനം 6:10 മുതൽ 20 വരെ. ശിക്ഷണം, ആജ്ഞാനുസരണം എന്നിങ്ങനെ സൈനിക സംബന്ധമായ അലങ്കാര പ്രയോഗങ്ങൾ വിശ്വാസിയുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അപ്പോസ്തോലന്മാർ ഉപയോഗിച്ചിട്ടുള്ളത് ശ്രദ്ധേയമത്രേ. 1 തിമോത്തിയോസ് 1:18, 2 തിമോത്തിയോസ് 2:3-4 വാക്യങ്ങൾ, 1 പത്രോസ് 2:11, 5:9. നിർണായക യുദ്ധം ജയിച്ചത് കാൽവറിയിലാണ്. കൊലോസ്യ ലേഖനം 2:15. പുതിയതിനെ വെട്ടിപ്പിടിക്കുന്നതിനെക്കുറിച്ചല്ല, പ്രത്യുത സിദ്ധമായതിനെ പൂർണ്ണമായും സ്വന്തമാക്കുന്നതിനെക്കുറിച്ചാണ്
എഫേസ്യ ലേഖനം 6 അധ്യായം 10 മുതൽ 20 പോലുള്ള ഭാഗങ്ങൾ വ്യക്തമാക്കുന്നത്. പരമമായ വിജയം ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുമ്പോൾ ലഭിക്കും. 2 തെസ്സലോനിക്കർ 1 അധ്യായം 7 മുതൽ 10 വരെ. മശിഹ ഭരണത്തിന് മുന്നോടിയായി യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഉണ്ടാകും. മത്തായി 24:6. ക്രിസ്തുവിന്റെ വാഴ്ച ആരംഭിക്കുന്നതിനു മുമ്പ് ഹർമഗദോനിൽ വെച്ച് ഒരു നിർണായക യുദ്ധം നടക്കും. വെളിപ്പാട് 16:16. ചരിത്രത്തിലെ പല മഹായുദ്ധങ്ങളുടെയും രംഗഭൂമിയായിരുന്നു മെഗിദ്ദോ. 2 ദിനവൃത്താന്തം 35:22. മശിഹയുടെ ഭരണകാലത്ത് യുദ്ധങ്ങൾ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകയില്ല. യെശയ്യാ പ്രവചനം 9 അധ്യായം 7 അപ്പോൾ യുദ്ധായുധങ്ങൾ കൃഷി ചെയ്യുന്നതിനു വേണ്ട ഉപകരണങ്ങളായി മാറും. ആരും യുദ്ധം അഭ്യസിക്കുകയുമില്ല. യെശയ്യാ പ്രവചനം 2:4, മീഖ 4:3. ദുരിതപൂർണമായ ജീവിതകാലത്തെ യോബ് യുദ്ധകാലം എന്ന് വിളിക്കുന്നു. യോബ് 14:14. ഭൗമിക ജീവിതത്തെ പടയാളിയുടെ ഒരു ജീവിതത്തോട് അന്യത്ര താരതമ്യപ്പെടുത്തുന്നുമുണ്ട്. യോബ് 7 അധ്യായം 1 സംഖ്യാപുസ്തകം 22:15 പറഞ്ഞിട്ടുള്ള ഒരു രേഖയാണ് യഹോവയുടെ യുദ്ധപുസ്തകം. 14-15 ഉദ്ധരിച്ചിട്ടുള്ള ആ കവിതാശകലം മേൽപ്പറഞ്ഞ ഗ്രന്ഥത്തിൽ നിന്നാണ്. ഇതേ അധ്യായത്തിലെ 17, 18, 27 മുതൽ 30 വരെ എന്നീ 2 ഭാഗത്തും ഉദ്ധരിച്ചിട്ടുള്ള കവിതകളും ഇതേ രേഖയിൽ നിന്നായിരിക്കണം. ഉദ്ധൃത ഭാഗത്തു നിന്നും പുസ്തകത്തിന്റെ രൂപത്തെക്കുറിച്ചോ ഉള്ളടക്കത്തെക്കുറിച്ചോ ഒരു ധാരണയും ലഭ്യവുമല്ല. യോശുവയുടെ കാലത്തെ യുദ്ധങ്ങളെ പ്രകീർത്തിക്കുന്ന പ്രാചീന നാടോടി ഗാനങ്ങളുടെ സമാഹാരമായിരിക്കണം ഈ ഗ്രന്ഥം. ഇസ്രായേല്യരുടെ സേനാനായകനായി യഹോവയെ അവർ കണ്ടു. യഹോവ സൈന്യങ്ങളുടെ ദൈവമാണ്. സങ്കീർത്തനം 24:10. അതുകൊണ്ട് യുദ്ധങ്ങളെല്ലാം യഹോവയുടെ യുദ്ധങ്ങളാണ്. ഇതുപോലുള്ള മറ്റൊരു ഗ്രന്ഥമാണ് ശൂരന്മാരുടെ പുസ്തകം. 2 ശമൂവേൽ 1:18. ഈ രേഖ രൂപപ്പെട്ടത് ദാവീദിന്റെ കാലത്തായിരുന്നു.